എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. കൊലോസ്യർ ലേഖനം 3-ാം അധ്യായം എൻ്റെ 1-2 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ് വായിച്ചത്. നിങ്ങൾ ചിന്തിക്കുന്ന വചനം ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി യുവതി യുവാക്കന്മാരോട് വിശ്വാസത്തിൽ നിൽക്കുന്ന സകല ജനത്തോട് ഞാൻ പറയട്ടെ, കേവലം ഒരു വിശ്വാസിയായിട്ട് നീ സഭയ്ക്കകത്ത് നിന്റെ ജീവിതകാലം മുഴുവൻ വിടാതെ ഞായറാഴ്ച സഭയിൽ നിന്ന് കടന്നു പോകണം, അന്നത്തെ ദിവസം സഭയിൽ നിന്ന് കൂടണം, സമയം കിട്ടിയാൽ വെള്ളിയാഴ്ച ഒന്ന് പോകാം എന്നുള്ള ചിന്തയും ബാക്കിയുള്ള സുവിശേഷണം പാസ്റ്റർ ഭാര്യയും കൂടെ ചെയ്യട്ടെ, അല്ലെങ്കിൽ സമയമുള്ളവർ പോയി ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ സമയത്തെ വ്യർത്ഥമാക്കി കളയരുത്. ഹല്ലേലൂയ. ചിലരങ്ങനെയൊക്കെ അവര് വേണേ ചെയ്യട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു പോകാതെ പഴയ നിയമത്തിൽ പറയുമ്പോൾ ചിന്തിക്കും പ്രാകാരത്തിലും പരിശുസ്ഥലത്തിലും തൃപ്തി അടഞ്ഞിരിക്കാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചില കാര്യങ്ങൾക്കകത്ത് തൃപ്തി അടഞ്ഞിരിക്കാതെ നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങൾ സ്വന്തം ഇഷ്ടത്തിനകത്ത് നിങ്ങൾ ഒതുങ്ങിപ്പോകാതെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവ തേജസ്സിനെ കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയെങ്കിലും അങ്ങ് വിശ്വാസ ജീവിതം തള്ളിവിട്ടേക്കാം, എങ്ങനെയെങ്കിലും വിശ്വാസം മുന്നോട്ട് പോകാം, അതിനകത്ത് നിങ്ങൾ തൃപ്തി അടഞ്ഞിരിക്കരുത്. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ചില ചിന്തകൾ ഉയരണം. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവ തേജസ്സിനെ കാണാനുള്ള വലിയ ആഗ്രഹം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയെ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. രക്ഷിക്കപ്പെട്ട് ധ്യാനപ്പെട്ട് ദൈവസഭയ്ക്കകത്ത് വന്നതുകൊണ്ട് നിത്യതയിലെത്താൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. പാപത്തിന്റെ അതിനതിൽ വീണ് കിടക്കുന്ന പാപത്തിന്റെ മോഹങ്ങളിൽ വീണ് കിടക്കുന്ന അനവധി ആളുകൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പാപത്തിന്റെ വശീകരണത്തിലേക്ക് പോകാതെ അനവധി ദൈവമക്കൾ പോലും പാപത്തിന് അധീനമായ ജീവിതം നയിക്കുമ്പോൾ, അനവധി ശുശ്രൂഷിക്കുന്ന ഇടയന്മാർ പോലും പാപത്തിൽ വീണുകൊണ്ടിരിക്കുമ്പോൾ, വഞ്ചിക്കപ്പെടുമ്പോൾ, അവർ പലരെയും ചതിവിൽ അകപ്പെടുത്തുമ്പോൾ, വിശ്വാസികൾ ചതിവിൽ വീഴുമ്പോൾ, നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് അത് ചിന്തിച്ച് നിങ്ങൾ പാപത്തിനടിമയായി വീഴാതെ അതിൽ നിങ്ങൾ തൃപ്തി അടഞ്ഞിരിക്കാതെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദൈവ തേജസ് കാണുവാണ്ടയാകണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രം നമുക്ക് സമാധാനപരമായ ആത്മീയ ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെ ദൈവം ശ്രദ്ധിക്കുന്നു. അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാകണം, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാവും. നിങ്ങളുടെ പാരമ്പര്യമുണ്ട്, പൗരോഹിത്യം, നിങ്ങൾ മുമ്പ് നിന്ന പല ആചാര അനുഷ്ഠാന കർമ്മങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാപിയായ നീ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മരക്ഷ പ്രാപിച്ച് പാപത്തിൽ മരിച്ച് അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് യേശുക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, അതാണ് പറഞ്ഞത്, നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ അല്ലെങ്കിൽ വലത്തു ഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ക്രിസ്തു എവിടാണ്? ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. ഈ ഭൂമിയിലുള്ളതിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. ഈ ഭൂമിയിലുള്ളതെല്ലാം താൽക്കാലികമാണ്. ഇതെല്ലാം ഒരു പിടി ചാരമായി മാറുന്ന ഒരു ദിവസം. ഇതെല്ലാം ഭൂമിയിലുള്ളതെല്ലാം തീക്കായിട്ട് ദൈവം സൂക്ഷിച്ചിരിക്കുക. നോഹയുടെ കാലഘട്ടത്തിൽ സകലവും പ്രളയത്തിൽ മുങ്ങിപ്പോയതുപോലെ ഈ കാണുന്ന ഭൂമിയിലെ എല്ലാ സൗധങ്ങളും ഇവിടെ എന്തെല്ലാം മനുഷ്യൻ പടുത്തുയർത്തിയിട്ടുണ്ടോ, ഇവിടെ എന്തെല്ലാം മനുഷ്യൻ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ, അതെല്ലാം ഒരു പിടി ചാരമായി മാറുന്ന ദിവസമുണ്ടെന്ന് 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ആ ഭാഗമൊക്കെ വായിക്കണം. അല്ലയോ, ഇതെല്ലാം ദൈവം ഈ ഭൂമിയെ തീക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലുള്ളതല്ല അന്വേഷിക്കേണ്ടത്, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉയരത്തിലുള്ളത് അന്വേഷിക്കുമ്പോഴാണ് നിനക്ക് ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ദൈവ തേജസ്സിന്റെ ആ അനുഭവത്തെ നിനക്ക് ദർശിക്കണമെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ആ ദൈവവിളി ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്.
ഈ ലോകം നമുക്ക് ശാശ്വതമല്ല, ഈ ലോകം നമുക്ക് താൽക്കാലികം മാത്രമാണ്. ഹല്ലേലൂയ. ഇവിടെ നാം ജീവിക്കുമ്പോൾ നാം തിരിച്ചറിയണം. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തിനാ സുവിശേഷ വേല ചെയ്യുന്നത്? താങ്കൾക്ക് ആരോഗ്യമുണ്ടല്ലോ, താങ്കൾക്ക് പോയി പണിയെടുത്ത് ജീവിച്ചുകൂടെ? ഞങ്ങളൊക്കെ പണിയെടുത്ത് ജീവിക്കുന്നവരാ, ഞങ്ങൾ പണിയെടുത്ത് അധ്വാനിച്ച് ഉണ്ടാക്കി കഴിക്കുന്നവരാണെന്ന് എന്നോട് ഒരു കൂട്ടം ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും അവരോട് മറുപടി പറയാൻ മടിച്ചിട്ട് പിന്നെ എനിക്ക് തോന്നി അവരോട് മറുപടി പറഞ്ഞില്ലെങ്കിൽ അതൊരു ഭോഷത്വമാകുമല്ലോ എന്നൊക്കെ തോന്നിയിട്ട്, നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിക്കത്തില്ല, ആരോഗ്യമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് പണിയെടുക്കാനും ആരോഗ്യമുണ്ട്, പണിയെടുക്കാൻ അറിയാൻ പറ്റാഞ്ഞിട്ടല്ല, ഞങ്ങളൊക്കെ പണിയെടുത്ത് ജീവിച്ചു വന്നവരാ. പക്ഷെ ഇന്ന് ഞങ്ങൾ സുവിശേഷ വേല ചെയ്യുമ്പോൾ അതിനകത്ത് ചില കാരണങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ പണിയെടുത്ത് ജോലി ചെയ്ത് നിങ്ങൾ ജീവിക്കുന്നു, നിങ്ങൾ പണിയെടുക്കുന്നു, ജോലി ചെയ്യുന്നു, നിങ്ങൾ സാലറി വാങ്ങുന്നു, തിന്നുന്നു, കുടിക്കുന്നു, ആനന്ദിക്കുന്നു, നിങ്ങൾ കിടക്കുന്നു, ഉറങ്ങുന്നു, മരിക്കുന്നു, അത്രയേ ഉള്ളൂ നിങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്, സുവിശേഷ വേല ചെയ്യുന്നത് നിങ്ങൾ എടുക്കുന്ന പോലെ തന്നെ ഞങ്ങൾ പണിയെടുക്കുന്നു. ഞങ്ങൾ ഈ പണി ചെയ്ത് പൈസ ഉണ്ടാക്കി ഞങ്ങളുടെ ഉപജീവനമാർഗമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഈ സുവിശേഷ വേല ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഒറ്റ ലക്ഷ്യം നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളതാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന അനവധി ആളുകളുണ്ട്. അവർ മാനസാന്തരപ്പെടണം. പാപത്തിന്റെ അധീനതയിൽ വീണ് കിടക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്, അവർ വിടുവിക്കപ്പെടണം. അതുകൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ വിഷയം. നിങ്ങളുടെ നിത്യജീവനാണ്. ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ള നിങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി തരാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. നിങ്ങളെപ്പോലെയുള്ളവർ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ തിരിച്ച് ചിന്തിക്കണം, നിങ്ങൾ ഈ ഭൂമി ജീവിച്ച് നിങ്ങളുടെ അവസാനം എവിടെയായിരിക്കുമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് ആളുകൾ ചോദിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് മറുപടി പറഞ്ഞു കൊടുക്കേണ്ട സ്ഥാനത്ത് മറുപടി തന്നെ പറയണം. ഹല്ലേലൂയ. നമുക്ക് ഒരേ ഒരു അവസരം മാത്രമാണ് ഈ ഭൂമി ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്നത്. രണ്ടാമതൊരു അവസരം നമുക്ക് ഈ ഭൂമി ലഭിക്കത്തില്ല. ലഭിച്ച സമയം ആരുടെയും മുമ്പിൽ തലകുനിക്കാതെ, മുട്ടുമുളയ്ക്കാതെ, രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നാലും ചോര കൊടുക്കേണ്ടി വന്നാലും തൻ്റെ അടുത്തോടെ നിവർന്ന് സുവിശേഷം പറയണം. അല്ലേ? ഈ ലോകത്തിൽ സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ പലതും നേർക്കുനേർ കടന്നു വരും, പലതും നേർക്കുനേർ നിനക്ക് വരും, പല പോരുകളും പോരാട്ടങ്ങളും വരും, പല പ്രതിസന്ധികളും ഉപദ്രവങ്ങളും നിനക്ക് കടന്നു വരും. പലരും നിനക്ക് നേരെ വിരൽച്ചുകൊണ്ടും, പലരും നിന്നെ ആക്ഷേപിക്കും, പരിഹസിക്കും, പലരും നിന്നെ ഇല്ലായ്മയും ശ്രമിക്കും. പക്ഷേ അവിടെ നീ തല താഴ്ത്തരുത്, അവിടെ നീ ഉയരണം. കാരണം നിന്റെ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റവന്, പാതാളത്തെയും സാത്താനെയും ജയിച്ചവൻ, മരണത്തിനും പാതാള താക്കോൽ കൈവശമുള്ളവന്, അവൻ ജയാളിയായി ദൈവമാ. അതുകൊണ്ട് നമ്മൾ ജയാളിയായ കർത്താവിനെ കുറിച്ച് പറയുവാൻ നമ്മൾ തയ്യാറാകണം. അതുകൊണ്ടാണ് വചനം പൗലോസ്, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം, ഭൂമിയിലുള്ളതല്ല നമ്മുടെ പ്രശ്നം, ഭൂമിയിലുള്ളതെല്ലാം താൽക്കാലികമാണ്. ഭക്തനായിരിക്കുന്ന യോബിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിന് 10 മക്കളുണ്ടായിരുന്നു, നല്ലൊരു ഭാര്യ ഉണ്ടായിരുന്നു, ആടുമാട് കന്നുകാലികൾ എല്ലാം ഉണ്ട്, ദാസന്മാരൊക്കെ ഉണ്ടായിരുന്നു. വളരെ ദൈവഭക്തിയോടെ ജീവിച്ച് മക്കളുടെ പാപങ്ങളെയൊക്കെ ഓർത്തിട്ട് വർഷാന്തര യാഗമൊക്കെ നടത്തി മക്കളെല്ലാം വിളിച്ചുകൂട്ടി ഒന്നിച്ച് സന്തോഷിച്ചിരുന്ന ഒരു ഭക്തനായിരുന്നു യോബ്. ഹല്ലേലൂയ. ഒരു ദിവസം ശമായരും കൽദീരും തീയും കൊടുക്കാറ്റും എല്ലാം കൂടെ വന്ന് അദ്ദേഹത്തിന്റെ സമ്പത്തുകളും മക്കളെ എല്ലാം തകർത്തടിച്ച് തരിപ്പണമാക്കി. ഇയ്യോബ് ഋണം പിടിച്ചവനായി, ഒരു രോഗിയായി, പുഴുവരിക്കുന്ന ശരീരത്തോടു കൂടി ഇരുത്തപ്പം തന്റെ ഭാര്യ താൻ ജീവിതത്തിൽ സ്നേഹിച്ച് ജീവിതത്തിൽ കൂടെ നിർത്തിയ ജീവിത പങ്കാളി, തന്നോടൊപ്പം എല്ലാ കാലത്ത് കാണും, തന്റെ മരണശീലം താൻ മരിക്കുന്നവരെ തന്റെ ജീവിതത്തിൽ താങ്ങും തണലുമായി കാണുമെന്ന് ചിന്തിച്ച ഇയ്യോബ്. ഇയ്യോബ് തന്റെ ഭാര്യയെ കുറിച്ച് അങ്ങനെ ചിന്തിച്ച് അവസാനം ഭാര്യ വന്ന് പറയുകയാണ്, നീ ഇനി ദൈവഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക, നീ ദൈവത്തെ ത്യജിച്ചു, നീ അങ്ങ് പോയി മരിച്ച്, നിന്റെ എനിക്ക് വേണ്ട ഇയ്യോബ് എന്ന് പറഞ്ഞപ്പോഴും ഇയ്യോബ് ഒരു കാര്യം പറഞ്ഞു. ഹല്ലേലൂയ. നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. ഞാൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല. ഞാൻ നഗ്നനായി തന്നെ പോകും. കാരണം ഇയ്യോബിന്റെ പ്രതിസന്ധികളുടെ നടുവിലും ഭൂമിയിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കാതെ ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു. നമുക്കൊക്കെ അങ്ങനെ കഴിവില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, കർത്താവ് ഈ ഉയരത്തിലുള്ളത് തന്നെയാണോ ഞാൻ ചിന്തിച്ച് ജീവിക്കുന്നത്, ഉയരത്തിലുള്ളത് തന്നെയാണോ ഞാൻ അന്വേഷിക്കുന്നതെന്ന് ഞാൻ എന്നോട് ചോദിക്കാറുണ്ട്.
പ്രൈസ് ലോർഡ്. പലപ്പോഴും നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ ലോകക്കാരുമായിട്ട് സംസാരിക്കും, ലോകപ്രകാരം ജീവിക്കുമ്പോൾ പലതും നമ്മുടെ ആശയങ്ങൾക്കും നമ്മുടെ ചിന്താഗതികൾക്കെല്ലാം മാറ്റം വരും. വലിയ ഭക്തനായിരുന്ന ആസാവ്, ആമീൻ, തന്റെ മുമ്പിൽ നിൽക്കുന്ന ദുഷ്ടന്മാർ തടിച്ചുരുണ്ടിരിക്കുന്ന ഈ ആസാവിന് പോലും പലപ്പോഴും തന്റെ ഹൃദയത്തിൽ അധികം വല്ലായ്മ, മറ്റുള്ള അസൂയ തോന്നിയിട്ട് എന്ത് പറഞ്ഞുകൊണ്ട് നമുക്കും അങ്ങനെയൊക്കെ തോന്നാം. പക്ഷേ അങ്ങനെ നാം ചിന്തിക്കാതെ നാം ഏത് സമയത്ത് ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഭൂമിയിലുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചും മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് മനക്കോട്ടം കെട്ടിയിട്ട് ഇരുന്നാൽ കർത്താവ് മധ്യാകാശത്തേക്ക് ആകളം ധ്വനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ശ്രോതാവേ? അതുകൊണ്ട് നാം ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? സ്തോത്രം, പ്രാകാരത്തിലും പരിശുദ്ധ സ്ഥലത്തും തൃപ്തി അടഞ്ഞിരിക്കാതെ, ഹല്ലേലൂയ, ലഭിച്ച ശുശ്രൂഷയ്ക്കകത്തും മാത്രം തൃപ്തി അടഞ്ഞിരിക്കാതെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ക്രിസ്തു ഇരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഹല്ലേലൂയ. ഭൂമിയിലുള്ളതല്ല, ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രൈസ് ലോർഡ്. അതൊന്നും ചിന്തിക്കാൻ ദൈവഭക്തന്മാർക്ക് സമയമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവഭക്തന്മാർ എന്ന് പറയുന്നത് കുറഞ്ഞുപോയി. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്നു. ഭക്തന്മാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പലരും ഭൂമിയിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ദൈവത്തിനകന്ന് ഈ ഭൂമിക്ക് വേണ്ടി ജീവിക്കുന്നു. എന്നാൽ അവിടെയാണ് പൗലോസിന്റെ വാക്കുകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കേണ്ട. രക്തം ചെയ്യാൻ എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവനാണോ? നിന്റെ ചിന്താഗതികൾ എന്താണ്? ഉള്ളത് കൊണ്ട് തൃപ്തി അടഞ്ഞിരിക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്? അല്ല, നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് നിന്റെ മേൽ നിവർത്തിക്കുവാൻ, നിന്നെക്കുറിച്ചുള്ള ദൈവവഴി നിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ ദൈവം നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പകർന്നിരിക്കുന്ന ചില ശുശ്രൂഷകളുണ്ട്. നിനക്ക് മറഞ്ഞിരിക്കുന്നു, നിനക്ക് വെളിപ്പെടാത്തതുമായ ചില ദൈവിക രഹസ്യങ്ങൾ ദൈവം നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ തന്നിട്ട് അത് നിന്റെ ആദരങ്ങളിലൂടെ ചിലരോട് അറിയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ നിന്നെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കണം. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധിയില് നമ്മളെപ്പോഴും അത്യുന്നതന്റെ മറവിലെ വസിക്കാവുള്ളൂ. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കേണ്ട ദൈവമെന്ന് പറയുന്ന 91 സങ്കീർത്തനങ്ങൾ 1-ാം വാക്യമൊക്കെ വായിക്കുന്നത് നമ്മളെപ്പോഴും അത്യുന്നതന്റെ മറവിൽ വസിക്കണം. സർവശക്തന്റെ നിഴലിൽ പാർക്കുക. അല്ലാതെ നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പ്രൈസ് ലോർഡ്. ഞാൻ അല്ലെങ്കിൽ ലോകപ്രകാരം ജീവിച്ച വ്യക്തിയാണ്. ലോകപ്രകാരമുള്ള എല്ലാ സുഖസന്തോഷങ്ങളും അനുഭവിച്ച് ജീവിതം നരകത്തിലേക്ക് സാത്താൻ വലിച്ചിഴച്ചു കൊണ്ടുപോയതാ. ഹല്ലേലൂയ. നരകവാതിക്കൽ വെച്ച് നരകത്തിലേക്ക് എന്നെ തള്ളിയിടാൻ സാത്താൻ വലിച്ചു കൊണ്ടുപോയി നരകവാതിൽ വെച്ച് എന്നെ കർത്താവ് കൈനീട്ടി പിടിച്ചു. വചനത്തിലുണ്ടോ? ഉയരത്തിൽ നിന്ന് കൈനീട്ടി ചെല്ലെ വലിച്ചെന്ന് പിടിച്ച് കയറ്റിയെന്നൊക്കെ എന്ന് പറഞ്ഞാൽ നരകവാതിലേക്ക് സാത്താൻ കൊണ്ടുപോയപ്പോഴാണ് കർത്താവിന്റെ കരം ഉയരത്തിൽ നിന്ന് വന്നത്. ഉയരത്തിൽ നിന്ന് കർത്താവിന്റെ കരം വന്നു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ഞാൻ അറിയാതെ പോലും ഞാൻ ഉയരത്തിലേക്ക് നോക്കിക്കാണും. എൻ്റെ അന്തരംഗത്തിൽ നിന്ന്, എൻ്റെ അന്തർഭാഗത്ത്, എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഞാൻ ഉയരത്തിലേക്ക് ചിന്തിച്ചു കാണും, ഉയരത്തിലേക്ക് നോക്കിക്കാണും. കാരണം ഇതുവരെ ഞാൻ ചിന്തിച്ചത് ഭൂമിയിലുള്ളതാണ്. ഭൂമിയിലുള്ളത് ചിന്തിച്ചെന്നെ നരകവാതിൽ, നരകവാടത്തിന്റെ നരകാഗ്നിയിലേക്ക്, നരകക്കടലിലേക്ക് അതിനെ വലിച്ചുകൊണ്ട് പിശാച് കൊണ്ടുപോയപ്പോൾ ഉയരത്തിൽ നിന്ന് വന്ന കരം എന്നെ മുറുകെ പിടിച്ചപ്പോൾ ഞാൻ അറിയാതെ പോലും എൻ്റെ അകത്തെ കണ്ണ് മുകളിലോട്ട് ഉയർന്ന് കാണും. ഹല്ലേലൂയ. അപ്പം ഞാൻ പിന്നെ ഈ വചനമൊക്കെ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാനും മനസ്സിലാക്കി, കർത്താവേ, അന്ന് ഉയരത്തെ കരം നീട്ടിയത് കൊണ്ടാണല്ലോ ഞാൻ ഉയരത്തിലുള്ളത് അന്വേഷിപ്പാൻ കാരണമായത്. അല്ലെങ്കിൽ ഞാൻ ഇന്നും ഭൂമിയിലുള്ളത് അന്വേഷിച്ച് നടന്ന് എവിടെയോ മൺമറഞ്ഞ് പോയതിനെ ചിന്തിച്ച സമയങ്ങൾ എനിക്കുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ അതിലൊരാൾ തന്നെയാ. നിങ്ങൾ അതിലൊരാളാ സഹോദര സഹോദരി. യുവതി യുവാക്കന്മാരോട് പറയട്ടെ, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചപ്പെട്ട യുവതി യുവാക്കന്മാരോട് പറയട്ടെ, മാതാപിതാക്കൾ മക്കളെ വളർത്തി അവരെ ഒരു +2 വരെയൊക്കെ പഠിപ്പിച്ചു. അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് പല കുഞ്ഞുങ്ങളും നേഴ്സിംഗ് ഇന്ന് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, ലോകരാജ്യങ്ങളിൽ പലരും പോയിട്ട് അവിടുത്തെ ചിന്താഗതികൾ, അവിടുത്തെ രീതികൾ, അവിടുത്തെ സംസ്കാരങ്ങൾ ഒക്കെ കണ്ടുപിടിച്ചിട്ട് അവരെ പോലെ ആകാൻ ശ്രമിച്ച പലരും ഇന്ന് ദൈവസ്ഥൻ അകന്നുപോയി. കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വാസികളുടെ മക്കൾ, ദൈവദാസന്മാരുടെ മക്കളടക്കി MD MAക്ക് സിന്തറ്റിക് സ്റ്റാമ്പുകൾക്കും ലഹരികൾക്കും അടിമപ്പെട്ട് വിധേയപ്പെട്ട് അവർ പാപത്തിന്റെ അധീനതയിലേക്ക് പോയി. ഉയരത്തിലുള്ളത് അന്വേഷിച്ച് ഉയരത്തിലെ നന്മ കണ്ട് വളർന്നവർ, അല്ലെങ്കിൽ സ്തോത്രം, ഇപ്പോൾ എല്ലാം പാപത്തിൽ വീണു.
നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമായത്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് പരിശുദ്ധ സ്ഥലത്തിലുള്ള ധൂപപീഠത്തിൽ ധൂപങ്ങളെ ദൈവത്തിന് സൗരഭ്യവാസനയായി ചെലുത്തിയതിനു ശേഷം അല്ലെങ്കിൽ ഇടയിലുള്ള തിരശ്ശീല മാറ്റി ദൈവം വസിക്കുന്ന ആ മഹാപരിശുദ്ധ സ്ഥലത്തേക്ക് വരണം. പ്രൈസ്. പഴയതിൽ നമ്മൾ ചിന്തിപ്പിക്കുക അങ്ങനെ കേട്ടോ. എന്താ പരിശുദ്ധ സ്ഥലത്തുള്ള ധൂപപീഠത്തിൽ ധൂപങ്ങളെ ദൈവത്തിന് അല്ലെങ്കിൽ സൗരഭ്യവാസനയായിട്ട് നൽകി, അല്ലെങ്കിൽ എന്നിട്ട് അത് കൊടുത്തിട്ട് അതിനിടയിലുള്ള തിരശ്ശീലയൊന്ന് മാറ്റി, അല്ലെങ്കിൽ സ്തോത്രം, ദൈവം വസിക്കുന്ന മഹാപരിശുദ്ധ സ്ഥലത്തേക്ക് വരണം. അതിനെ ഞാൻ ആദ്യം പറഞ്ഞത്, ഉള്ളത് കൊണ്ട് തൃപ്തി അടഞ്ഞിരിക്കാതെ ഞായറാഴ്ച ഒരു ആരാധന, ഞായറാഴ്ച ഒരു മീറ്റിംഗ്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒരു കൂട്ടായ്മ, പിന്നെ ഇടയ്ക്ക് വല്ല സമയം കിട്ടിയപ്പോൾ അങ്ങനെ ഉള്ളത് നീ ഉള്ളതിനകത്ത് തൃപ്തി അടഞ്ഞിരിക്കാതെ അല്ലെങ്കിൽ പരിശുദ്ധ സ്ഥലത്തിലുള്ള ഇടയിലുള്ള ആ തിരശ്ശീലയൊന്നും മാറ്റണം. നിന്റെ ഹൃദയത്തിനകത്ത് ആ മഹാപരിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുവാൻ കഴിയാതെ ഒരു തിരശ്ശീലയുണ്ട്, അല്ലെങ്കിൽ ആ തിരശ്ശീലയിൽ നിന്ന് മാറ്റിയിട്ട് ആ മഹാപരിശുദ്ധ സ്ഥലത്തേക്ക് ഇത് വരണം. ആ മഹാപരിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ തേജസ്സുണ്ട്, അവിടെ ദൈവത്തിന്റെ ശക്തേനയുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകരം ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെയായിട്ട് ഈ കാലം അത്രയും നീ ദൈവത്തെ ആരാധിച്ചിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടും ആ മഹാപരിശുദ്ധമായ സ്ഥലത്ത് നീ എത്തിയിട്ടുണ്ടോ? മഹാപരിശുദ്ധ സ്ഥലത്ത് എത്തുവാൻ കഴിയാതെ തിരശ്ശീല നിനക്ക് ഇന്നും നടുവേ നിൽക്കുന്നുണ്ടെങ്കിൽ ആ തിരശ്ശീലയെ നീ മാറ്റണം. ഹല്ലേലൂയ. എന്നിട്ട് പരിശുദ്ധ സ്ഥലത്തേക്ക് വരണം. അവിടെ വരുമ്പോൾ അവന്റെ തേജസ്സും അളവില്ലാത്ത സാന്നിധ്യവും കണ്ട് നിനക്ക് തൃപ്തി അടയാൻ കഴിയും. ഇത് നമ്മൾ ആ ഉയരത്തിലൊക്കെ എത്തണമെങ്കിൽ ഉയരത്തിൽ ചെന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്ന നമ്മുടെ കർത്താവ് 24 മൂപ്പന്മാർ വീണ് കിടന്ന് ദൈവത്തെ സ്തുതിക്കുക. സാറാഫുകളും കെരൂബുകളും കോടാനുകൂടി വിശുദ്ധന്മാരും ഒക്കെ ദൈവത്തെ സ്തുതിക്കുന്ന ആ ഇടത്തേക്ക് ചെല്ലണമെങ്കിൽ ഈ ഭൂമിയിലുള്ളതിനൊക്കെ വിട്ടിട്ട് ആ മഹാപരിശുദ്ധ സ്ഥലത്ത് ഇരിക്കുന്ന കർത്താവിന്റെ അരികിലേക്ക് ഇല്ലുവാൻ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന നമുക്ക് തടസ്സമായ തിരശ്ശീലയെ നമ്മൾ നീക്കണമെന്നേ. പ്രൈസലോ. പലപ്പോഴും പലതും നമുക്ക് അടഞ്ഞു നിൽക്കുകയാണ്. അല്ലേ? അതാണ് ദൈവത്തിന് വചനം പറയുന്നത്. അവിടെ നിങ്ങൾക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ലാതെ പോകും. അല്ലേ? അങ്ങനെ നമ്മൾ അവിടോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ തിരശ്ശീലേക്ക് ഒന്ന് മാറ്റി മഹാപരിശുദ്ധ സ്ഥലത്ത് ചെന്നാൽ പിന്നെ നമുക്ക് അവിടെ കിടന്ന് അതും ഇതൊന്നും വിളിച്ചു പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് 46 സംഗീതത്തിനെ വായിക്കുമ്പോൾ കാണുന്നത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അതേ, ദൈവം മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുമെന്ന് പറഞ്ഞാൽ ചില സമയം വെള്ളം മിണ്ടാതങ്ങിയിരിക്കും. ചിലർക്ക് അതുകൊണ്ടാവും മിണ്ടാതിരുന്ന് ചിലവരെ ഞാൻ ഒന്നും മിണ്ടിയില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല, അവനെന്തേലും പറയട്ടെ, അവളെന്തേലും പറയട്ടെ. അങ്ങനെയല്ല, ഈ വാക്യം അങ്ങനെയല്ല. അല്ലേ? മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുന്നത് ഈ സഭയൊന്നും മിണ്ടാതിരിക്കണമെന്നല്ല ഇതിന്റെ ഉദ്ദേശം. അല്ലേലിയ. സ്തോത്രം. നീ ആ മഹാപരിശുദ്ധ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ദൈവ തേജസ് നിറയപ്പെട്ട ദൈവത്തിന്റെ ശക്തന കൊണ്ട് ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറയപ്പെട്ട സ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിന്റെ സന്നിധി ചെന്ന് കഴിയുമ്പോൾ പിന്നെ നീ ആ ഭൂമിയിൽ കിടന്ന് ഒച്ച വെച്ചത് അവിടെ കിടന്ന് ഒച്ച വെക്കണം, നീ അവിടെ മിണ്ടാതിരിക്കണം. പ്രയേശ്വരം. അതിന് നിന്നെ ദൈവം ഒരുക്കുക എന്ന് പറഞ്ഞ ഈ വചനത്തിൽ സർവശക്തനാകിയാൽ ദൈവം സർവശക്തനാകിയാൽ അവനെതിരായി പ്രവർത്തിക്കുന്നവരെ നശിപ്പിക്കാൻ അവൻ ശക്തനാണ്. സുവിശേഷ ഘോഷത്താൽ ദൈവനാമം സകല ജാതികളിടയിൽ ഉയർത്തപ്പെടുമെന്ന് ഈ 10ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും. പ്രൈസലോ. നിനക്ക് യേശുവിനെ വേണ്ടെങ്കിൽ കർത്താവ് ജാതികളിൽ നിന്ന് ദൈവം കുറെ പേരെ തിരഞ്ഞെടുക്കും. അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പല വിശ്വാസികൾക്കും ദൈവത്തെ വേണ്ട, പല വിശ്വാസികൾക്കും ദൈവത്തെ വേണ്ടാത്ത വന്നത് കൊണ്ടാണ് ദൈവം ജാതികളുടെ ഇടയിൽ ഉന്നതനാകാൻ ശ്രമിച്ചത്. അല്ലേലിയ. ജാതികളുടെ ഇടയിൽ ഉന്നതനാകാൻ വേണ്ടി ദൈവം ആഗ്രഹിച്ച് ജാതികളുടെ ഇടയിലേക്ക് ദൈവം ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവര് ദൈവത്തെ അങ്ങ് ഉയർത്തി. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ അങ്ങനെ വിശ്വാസത്തിൽ വന്നെന്നാ തോന്നുന്നത്. അല്ലേലിയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവിടെ ചിലർ ആനന്ദ കണ്ണുനീർ തൂവും. നമ്മൾ ദൈവസന്നിധി ചെന്ന് കഴിയുമ്പോൾ ആനന്ദത്തിന്റെ കണ്ണുനീര്. പ്രൈസ്.
നമ്മൾ ഇന്ന് വരെ സ്വർഗം എന്താന്ന് കണ്ടിട്ടില്ല. ആ സ്വർഗ പർദീസ് എന്താന്ന് കണ്ടില്ല. അവിടെ എങ്ങനെ ഇരിക്കുന്നു, അവിടെ ആരൊക്കെയുണ്ട്, ആരൊക്കെയാണ്, ഏതെല്ലാം രൂപത്തിലാണ്, അവരുടെ നിറം എന്താണ്, വർണ്ണം എന്താണ്, അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, അവരെന്താണ് തിന്നുന്നത്, കുടിക്കുന്നത്, അവരെന്താണ് നടക്കുന്നത്, ഇവരെന്താണ് ധരിച്ചിരിക്കുന്നത്. സ്വർഗത്തിന്റെ ഒരു അനുഭവം നമുക്ക് അറിയത്തില്ല. വേറെ പുസ്തകം വായിച്ചുള്ള അറിവല്ലേ ഉള്ളൂ. പക്ഷേ കാണാത്തതിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ, കാണാത്തതിനെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്, സ്ഥിരമായി ഉള്ളത്, ഇളക്കമുള്ളത് മാറി ഇളക്കമില്ലാത്തതും കാണുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, നിനക്ക് മുമ്പിൽ അലിയ ആ നിൽക്കുന്ന ആ മഹാപരിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുവാൻ കഴിയാതെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന തിരശ്ശീല നീ കീറണം. ആ തിരശ്ശീല നീ നീക്കണം. നീക്കിയിട്ട് മഹാപരിശുദ്ധ സ്ഥലത്തേക്ക് വരണം. പ്രൈസറോ രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നെ ദൈവമാണ് വിളിച്ച് വേർതിരിച്ചത്. നിന്നെ ലോകമല്ല വിളിച്ച് വേർതിരിച്ചത്, നിന്നെ ലോകക്കാരല്ല വിളിച്ച് വേർതിരിച്ചത്, നിന്നെ ദൈവമാണ് വിളിച്ച് വേർതിരിച്ചത്. എന്തിനാണ്? നീ ആ മഹാപരിശുദ്ധ സ്ഥലത്ത് വന്ന് നിൽക്കാൻ വേണ്ടി. ഈ സഭയിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങ് സഭയുടെ പുറകിൽ പോയിരിക്കും. കാരണം എന്താണെന്ന് പറയാം, സഭയുടെ പുറകിൽ പോയിരിക്കുന്നത് അവിടെ നിന്ന് സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി. പിന്നെ ഈ പ്രത്യേകിച്ച് വലിയ സഭകളൊക്കെ ആണെങ്കിൽ വരുന്നവരൊക്കെ പുറകിൽ പോയിന്ന് ഭയങ്കര ഉറക്കമായിരിക്കും. കാരണം അവർക്ക് മുമ്പോട്ടൊന്നും വരത്തില്ല. എന്നാൽ ചില അച്ചായന്മാരും ചില അമ്മമാരും ചില പ്രായമുള്ള അപ്പച്ചന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലരൊക്കെ ഈ പുറകിലേക്ക് പോകത്തില്ല. അവർ ഏറ്റവും മുമ്പിൽ കുട്ടികളോടൊപ്പം കയറിയിരിക്കാൻ ആഗ്രഹിക്കും. ഇനി കുട്ടികൾക്ക് സാധനം കൊടുത്താൽ അതിന് പിറകിലത്തെ സീറ്റ് അവർ പിടിക്കാൻ തുടങ്ങും. കാരണം പ്രായമുള്ളവർ, കാരണം അവർക്ക് ഒരു ചിന്തയാണ്, അങ്ങ് ഒടുവിൽ പോയി ഒടുക്കത്തെ സ്ഥലത്ത് പോയി ഇരിക്കുന്നതിനേക്കാൾ നല്ലത് മഹാപരിശുദ്ധ സ്ഥലമായി ആ മഹാപരിശുദ്ധ സ്ഥലത്തേക്ക് വന്നിരുന്നിട്ട് ഉയരത്തിൽ മഹിമയുടെ വലത്ത ഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നവർ മുമ്പിൽ വന്നിട്ട് ദൈവത്തെ ആരാധിക്കും. അതിനകത്തൊരു പുറകെ പോയിന്ന് ഉറങ്ങും. എൻ്റെ രീതിയിൽ സഭകൾ കണ്ടിട്ടില്ലേ? അങ്ങനൊക്കെ തന്നെയാണ്. ഇതൊക്കെ പറഞ്ഞാൽ പിന്നെ ആ സഭയിലേക്ക് നമ്മൾ ചെല്ലാനും പറ്റത്തില്ല, നമ്മളെ വിളിക്കത്തില്ല, നമ്മളെന്തോ നിരീശ്വരവാദിയായി മാറുകയും ചെയ്യും. ഈശ്വരോ അല്ലെങ്കിൽ പിന്നെ പറയും പാസേ അയാളെ ഇനി വിളിക്കണ്ടെന്ന് പറയും. ആ വിളിച്ചില്ലേ നമുക്കെന്താ കുഴപ്പം? നമ്മൾ ആ വിളിച്ച് നമുക്ക് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ പറഞ്ഞത്. ഹല്ലേലൂയ. ഇവിടെ നാം ചിന്തിക്കേണ്ട വാചനം ഹല്ലേലൂയ, നമ്മൾ സ്വർഗത്തിൽ ചെന്നാൽ ആനന്ദ കണ്ണീർ ഒഴുക്കാൻ തുടങ്ങും, നമ്മൾ ചിരിച്ച് സന്തോഷിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ചിലർ ആനന്ദ പരവശരായി മാറും. ഹല്ലേലൂയ. ദൈവ സ്നേഹത്തിന്റെ ആഴം നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ, ദൈവസ്നേഹത്തിന്റെ ആഴം നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വരണം. പ്രൈസറോ എന്നെ കേൾക്കുന്നത്, നമ്മൾ ഈ ഭൂമിയിലുള്ള ജനത്തിനെ കുറിച്ചുള്ള സ്നേഹം, ഭൂമിയിലുള്ള ജനത്തെ കുറിച്ചുള്ള ഭാരം നമ്മുടെ പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ, കാരണം ഭൂമിയിലുള്ള സകല ജനങ്ങളും പാപികളാണ്. പാപത്തെ ജീവിച്ച് ഈ ലോകത്തിന്റെ പാപസുഖത്തിൽ വീണ് സകല നരക കവാടത്തിന് മുമ്പിൽ എത്തി നിൽക്കുന്നത് കണ്ട ദൈവം വലിയ പിതാവ് തന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ മനുഷ്യൻ മുഴുവൻ നരക കവാടത്തിൽ നിൽക്കുന്ന ആ ഒരു അനുഭവം പിതാവ് കണ്ടപ്പോൾ എന്ത് ചെയ്തു? പിതാവ് തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. അപ്പം നമുക്ക് നമ്മുടെ പിതാവിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളുണ്ടായിരുന്ന സ്നേഹമാണ് നമ്മെ അവൻ വലിച്ച് എടുത്തു എന്ന് പറയുന്നത്. എവിടുന്ന സാത്താന്റെ കയ്യിൽ നിന്ന് അല്ലെ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തതുപോലെ നമ്മെ വലിച്ചെടുത്തതാ ദൈവം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്വർഗത്തിൽ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് എന്ന് ഞാൻ പുസ്തകത്തിൽ വായിച്ചു. സ്വർഗത്തിൽ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ടെന്ന് പുസ്തകത്തിൽ വായിച്ചത് കേട്ടോ. അതിൽ ഒന്ന് പുതിയ ഭൂമി, ഹല്ലേലൂയ. അടുത്തത് പുതിയ ആകാശം, അതിനടുത്തത് പുതിയ യെരൂശലേം. ഇത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ് മനുഷ്യരോടൊപ്പം ദൈവത്തിന്റെ കൂടാരം ഏതൊക്കെ പറഞ്ഞ് വായിക്കുമ്പോൾ അവിടെ നിന്ന് പുതിയ ഭൂമിയുണ്ട്, പുതിയ ആകാശമുണ്ട്, പുതിയ യെരൂശലേമുണ്ട്. അപ്പം പുതിയ ഭൂമി പ്രാകാരത്തിന് അടയാളമാണ്. പുതിയ ഭൂമി എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തിന്റെ ആ പ്രാകാരത്തിന് അടയാളമാണ് പുതിയ ഭൂമി എന്ന് പറയുന്നത്. പുതിയ നമ്മൾ സ്വർഗത്തിലേക്ക് വരുമ്പോൾ ഭൂമി എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം പ്രാകാരത്തിന് അടയാളം. ആകാശം എന്ന് പറയുന്നത് പരിശുദ്ധ സ്ഥലത്തിന് അടയാളം. ആകാശം എന്ന് പറയുന്നത് പരിശുദ്ധ സ്ഥലത്തിന് അടയാളം. പിന്നെ പുതിയ യെരൂശലേം, പുതിയ യെരൂശലേം എന്ന് പറയുന്നത് മഹാപരിശുദ്ധ സ്ഥലത്തിന് അടയാളമാണ്. ഈ 3 കാര്യങ്ങളാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അതോ എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ളതാണോ? ഇതുകൊണ്ടൊക്കെ അങ്ങ് തൃപ്തി അടഞ്ഞാൽ മതി എന്നാണോ? അങ്ങനല്ല ശ്രോതാവ്. ഈ സ്വർഗത്തിൽ 3 സ്ഥലമുണ്ട് വേദപുസ്തകം വായിക്കുമ്പോൾ.
അത് ചിന്തിക്കുമ്പോൾ ഒന്നാമത് ഭൂമി, രണ്ടാമത് രണ്ടാമത് അല്ലുലിയ ആകാശം, മൂന്നാമത് അല്ലുലിയ യെരൂശലേം, പുതിയ യെരൂശലേം. ഇത് മൂന്ന് ചിന്തയല്ലേ? ഒന്നുകൂടെ ഞാനൊരു ഭാഗം പറയാം. ഭൂമി ആ പ്രാകാരത്തിന് അടയാളം, അല്ലുലിയ. ആകാശം പരിശുദ്ധ സ്ഥലം, പിന്നെ യെരൂശലേം അതിപരിശുദ്ധ സ്ഥലം. നീ എവിടെ ഇരിക്കുന്നത്? പ്രാകാരത്തിലാണോ ഇരിക്കുന്നത്? പരിശുദ്ധ സ്ഥലത്താണോ ഇരിക്കുന്നത്? അതോ മഹാപരിശുദ്ധ സ്ഥലത്താണോ ഇരിക്കേണ്ടത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ പ്രാകാരം കടന്ന്, ഈ ഭൂമി കടന്ന്, ആകാശം എന്ന പരിശുദ്ധ സ്ഥലം കടന്ന് ഞാൻ ആ പുതിയ യെരൂശലേമിൽ, ആ മഹാപരിശുദ്ധ സ്ഥലത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. നിങ്ങളും അങ്ങനെ ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ. കേട്ടോ? ഹല്ലേലൂയ. നമ്മുടെ ഈ ദൈവവചനം എന്നൊക്കെ പറയുന്നത് അങ്ങ് ശരിയായിട്ട് അങ്ങ് അയവിറക്കണം. ഹല്ലേലൂയ. ഇതങ്ങ് രുചിക്കണം. യഹോവ നല്ലവെന്ന് രുചിച്ചറിവിൻ എന്ന് നമ്മൾ സംഗീതം വായിക്കുന്നത്. നമ്മൾ കർത്താവിനെ രുചിച്ചറിയണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത് അത് തന്നെയാണ്. അപ്പൊ സ്വർഗരാജ്യത്തിൽ ഹല്ലേലൂയ ആമേൻ പല രഹസ്യങ്ങളും ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സ്വർഗരാജ്യത്തിൽ ദൈവം ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദൈവരാജ്യത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെ മുഴുവൻ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുക. നിനക്കത് കാണാനും കേൾക്കാനും ആഗ്രഹമുണ്ടോ? സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദര, യുവതി, യുവാവി, ഇടയന്മാരോട്, ശുശ്രൂഷകന്മാരോട് ചോദിക്കട്ടെ, ആ സ്വർഗരാജ്യത്തിൽ, ആ മഹാപരിശുദ്ധ സ്ഥലത്ത് ദൈവം മറച്ചു വെച്ചിരിക്കുന്ന, പഴയ സമാഗമന കൂടാരത്തിൽ അതിപരിശുദ്ധ സ്ഥലത്ത് ഇരിക്കുന്ന പെട്ടകം, അല്ല സാക്ഷ്യപ്പെട്ടകം, അതിനകത്ത് അമ്പലിയ വെച്ചിരിക്കുന്നത് അല്ലേ, അത് കാണാൻ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം എന്ന് പറഞ്ഞാൽ ഈ പുതിയ നിയമത്തിലേക്ക് വന്നപ്പം ആ മഹാപരിശുദ്ധ സ്ഥലത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന, പുതിയ യെരൂശലേമിനകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന, സ്വർഗീയ യെരൂശലേം ഒരുക്കി വെച്ചിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ദൈവം അവിടെ വെച്ചിട്ടുണ്ട്. അത് നിനക്ക് ലഭിക്കണമെങ്കിൽ നീ ഭൂമിയിൽ നിന്ന് മാറി, പരിശുദ്ധന് മാറി, മഹാപരിശുദ്ധ സ്ഥലത്തെത്തണം. പ്രൈസ് ലോർഡ്. അപ്പൊ അതുകൊണ്ടാണ് ഈ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ഉപമകളിലൂടെ ഇതൊക്കെ വെളിപ്പെടുത്തിയത്. മത്തായിയുടെ സുവിശേഷം മുഴുവൻ ഉപമകളില്ല. ഈ ഉപമകളെല്ലാം എന്താ? ആ പുതിയ യെരൂശലേമാകുന്ന മഹാപരിശുദ്ധ സ്ഥലത്ത് മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ദൈവം നമുക്ക് വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് യേശു തന്റെ ശിഷ്യന്മാരോട് അത്രമാത്രം ഉപമകളെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത്. ഉപമകളാൽ നിറയപ്പെട്ടതാണല്ലോ 13-ാം അധ്യായം. എന്താ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. ഒരുപക്ഷെ ശിഷ്യന്മാർ മുമ്പ് ആ ഭൂമിയുടെ അനുഭവത്തിലായിരുന്നു. അവർ യഹൂദന്മാരായിരുന്നത് കൊണ്ട് അവരുടെ ക്രമം അനുസരിച്ച് യഹൂദ മര്യാദ പ്രകാരം അവര് എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ അവരുടെ ആചാരം പരിശുദ്ധ സ്ഥലത്ത് പോയി ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നപ്പോൾ ഹല്ലേലൂയ കടൽക്കരയിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസാദിയായ ചിലരെ വിളിച്ച് യേശു 12 ശിഷ്യന്മാരെ വിളിച്ചു ചേർത്ത് തന്നോടൊപ്പം ഇരുത്തി കഴിഞ്ഞപ്പോൾ ഇപ്പൊ എന്ത് ചെയ്ത? ഭൂമിയെ വിട്ട്, പരിശുദ്ധ സ്ഥലം വിട്ടു, ആ ഭൂമി വിട്ട്, ആകാശം വിട്ട് എന്ന് പറഞ്ഞ പ്രാകാരം വിട്ട്, അതിപരിശുദ്ധ സ്ഥലം വിട്ടിട്ട് ഇപ്പൊ അവർ എവിടെ ഇരിക്കുന്നത്? മഹാപരിശുദ്ധ സ്ഥലത്തിന്റെ ഉടമയായിരിക്കുന്ന യേശുവിനോട് ചേർന്നിരിക്കുക. മഹാപരിശുദ്ധ സ്ഥലത്ത് ഒരു അധികാരിയുണ്ട്. മഹാപരിശുദ്ധ സ്ഥലത്ത് അവിടെ പെട്ടകമുണ്ട്, സമാഗമന കൂടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പുതിയ നിയമത്തിൽ പഠിക്കും. മഹാപരിശുദ്ധ സ്ഥലത്ത് ഒരുവനുണ്ട്. ആരാന്ന് പറയുക? യേശുവാണ്. യേശു സിംഹാസനത്തിലിരിക്കുക. ആ കർത്താവാണ് ഈ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് അവരോട് കൂടിയിരിക്കുവാൻ മഹാപുരോഹിതന്മാർക്ക് മാത്രം ആണ്ടിലൊരിക്കൽ ചെല്ലുവാൻ കഴിയാതെ കഴിഞ്ഞിരുന്ന ആ അതിപരിശുദ്ധ സ്ഥലത്ത് ആ സാഹചര്യത്തെ, ആ അനുഭവത്തെ മാറ്റിയിട്ട് എന്നേക്കും അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന കർത്താവിനോട് കൂടിയിരിക്കുവാൻ യേശു 12 ശിഷ്യന്മാരെ വേർതിരിച്ചിട്ട് പറഞ്ഞു, സ്വർഗരാജ്യത്തിൽ ഞാൻ മറച്ചു വെച്ചിരുന്ന നിന്നോട് പറയുക പത്രോസേ, യാക്കോബേ, യോഹന്നാനെ. അവരെ അങ്ങോട്ട് കേൾപ്പിക്കാൻ തുടങ്ങി അല്ലേ. എന്നിട്ടാണ് വിതയ്ക്കാൻ പോകുന്നവന്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞത്. അപ്പം വിതയ്ക്കാൻ പോകുന്നവന്റെ കാര്യം പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം 13-ാം അധ്യായത്തിൽ സ്വർഗരാജ്യത്തിലെ രഹസ്യങ്ങളെ കുറിച്ച് യേശു പറയുമ്പോൾ ഈ 3 സ്ഥലങ്ങളെ നല്ല നിലത്തോടാണ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഈ 3 സ്ഥലവും ഈ സ്തോത്രം ഭൂമി ഹല്ലേലൂയ. ഏതാണ് സ്തോത്രം? ഭൂമി ഹല്ലേലൂയ. അത് പ്രാകാരത്തെയും പുതിയ ആകാശം പരിശുദ്ധ സ്ഥലത്തെയും പുതിയ യെരൂശലേം മഹാപരിശുദ്ധ സ്ഥലത്തെ കാണിക്കുമ്പോൾ ഇത് 3 നല്ല നിലത്തോടാണ്. പഴയ നിന്നൊക്കെ ഒന്ന് മാറ്റി ദൈവം, പഴയതിലേക്ക് ഒന്ന് മാറ്റിയിട്ട് ഇതിനെല്ലാം നല്ല നിലത്ത്, ഈ നല്ല നിലത്ത് വിതച്ച വിത്താണ് 30, 60, 100 മേനിയായി വിളഞ്ഞത്.
പ്രൈസലോ. കണ്ടോ, ദൈവം എവിടെ നിന്നാണ് നമ്മളെ വിളിച്ച് മാറ്റിക്കൊണ്ടുവന്നത്? ദൈവം എവിടെ നിന്നാണ് നമ്മളെ അടർത്തി മാറ്റിക്കൊണ്ടുവന്ന് ഇപ്പം മഹാപരിശുദ്ധ സ്ഥലത്തിൻ്റെ ഉടമയായിരിക്കുന്ന കർത്താവിനോട് ചേർത്ത് ഇരുതിയിട്ട് പറയുക, ഈ മർമ്മങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരിക. ആകാശത്തിൽ സ്വർഗത്തിൽ 3 സ്ഥലമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒന്ന് ഭൂമി, അടുത്തത് പുതിയ ആകാശം, അടുത്തത് പുതിയ യെരൂശലേം, അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് ഈ 3 ഇന്നത്തെ ആത്മീയമായി ചിന്തിച്ചാൽ ഇത് നല്ല നിലമാണ്. ഈ നല്ല നിലം, ഈ 3 അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് താനും. ഈ 3 അനുഭവങ്ങൾ. അപ്പൊ നിങ്ങളുടെ ഉള്ളം നിന്നുള്ള നല്ല നിലമാണ്, നിങ്ങളുടെ ഹൃദയം നല്ല നിലമാണ്. അവിടെയാണ് യേശു ഈ ഉപമകളെ മുഴുവൻ വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. എന്നും നമുക്ക് മറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങളുണ്ട്. മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ വെളിപ്പെടുത്തി തരാൻ കർത്താവ് ആഗ്രഹിക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നീ സംസാരിച്ചിട്ടില്ലാത്ത, നീ പറഞ്ഞിട്ടില്ലാത്ത ചില ദൈവിക രഹസ്യങ്ങളെ കർത്താവ് മറനീക്കി നിനക്ക് കാണിക്കാൻ പോവുകയാണ്. നീ പറഞ്ഞിട്ടില്ലാത്ത ദൂതുകൾ ദൈവം നിന്റെ ആദരങ്ങളിൽ തരാൻ പോവുകയാണ്. നീ പ്രാർത്ഥിച്ച ക്ഷണത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. നീ ഉപവസിക്കുമ്പോൾ ചില ദർശനങ്ങൾ ദൈവം നിനക്ക് നൽകാൻ പോവുകയാണ്. പത്മോസിന്റെ ഏകാന്തതയിലിരുന്ന യോഹന്നാൻ ഹല്ലേലൂയ ദൈവത്തോട് ചേർന്നപ്പോൾ ദൈവം ചിലത് മറനീക്കി കാണിച്ചതുപോലെ ഹല്ലേലൂയ ആ മഹാപരിശുദ്ധ സ്ഥലത്ത് നിന്നെ വേർതിരിച്ച് ദൈവം നിന്നെ ഇരുത്തിയിരിക്കുമ്പോൾ ദൈവം ചിലത് മറനീക്കി നിന്നെ കാണിക്കാൻ പോവുകയാണ്. മറനീക്കി ചിലത് നിന്റെ ഉള്ളത്തിൽ ദൈവം തരാൻ പോവുകയാണ്. ഒരു ശക്തമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഈ ദൈവവചനം വായിച്ച് പഠിച്ചപ്പോൾ ഞാൻ കർത്താവേ എന്നെ ചിലതൊന്ന് വെളിപ്പെടുത്തി തരണം, എനിക്ക് ചിലതൊക്കെ ഒന്ന് മറനീക്കി തരണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നത് കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന, എൻ്റെ ഹൃദയത്തിലുണ്ടെന്നാണ്. കാരണം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അതിപരിശുദ്ധ സ്ഥലത്ത് കർത്താവിനോട് കൂടി ഇരിക്കുവാൻ, എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ കിടന്ന പാപങ്ങളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അതിപരിശുദ്ധ സ്ഥലത്ത് ഇരിക്കുന്ന ആ കർത്താവിനോടൊപ്പം ചേർന്നിരുന്ന് സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ആ ഉപമകളൊക്കെ എന്നിലൂടെ വെളിപ്പെടുത്തി അതെന്റെ അതരത്തിലൂടെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ചില ദർശനങ്ങൾ ദൈവം എനിക്കും തന്നു ഞാൻ ചിന്തിച്ചു പോകാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഫ്രൈസോ, നിന്റെ കർത്താവിന് ആവശ്യമുണ്ട്. നിന്റെ കർത്താവിന് ആവശ്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഒരു ശക്തമായ ഉണർവ് ദൈവം നിന്നിൽ അയക്കാൻ ആഗ്രഹിക്കുക. അതിന് പ്രായം വിഷയമല്ല. ഭൂമിയിൽ ഒരു കാര്യം എന്തെങ്കിലും, ഭൂമിയിൽ ഒരു ജോലി വേണമെങ്കിൽ പ്രായം നോക്കും. എൻ്റെ ഒരു പ്രായം നോക്കും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു 40-45 കഴിഞ്ഞാൽ, ഒരു 50 എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആർക്കും വേണ്ട. ഒരു 50 വയസ്സിന് കഴിഞ്ഞ് പിന്നെ ആർക്കും വേണ്ട. പിന്നെ 60 എത്തിക്കഴിഞ്ഞൊന്നും ആർക്കും വേണ്ട. കർത്താവിന് 40, 50, 60 അവിടെ ഒന്നും കർത്താവില്ല. നിന്റെ പ്രായത്തിലല്ല, നിന്റെ ഹൃദയത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഭൂമിയിൽ പ്രായം നോക്കി പ്രവർത്തിക്കുമ്പോൾ, പ്രായം നോക്കി നിനക്ക് വിലയിടുമ്പോൾ കർത്താവ് പ്രായം നോക്കിയല്ല വിലയിടുന്നത്, നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ സത്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസലോ. അപ്പൊ എനിക്ക് മനസ്സിലായി, എൻ്റെ പ്രായം നോക്കിയായിരുന്നെങ്കിൽ കർത്താവ് എന്നോട് സംസാരിക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പ്രായം നോക്കിയതുകൊണ്ട് നാട്ടുകാർക്ക് എന്നെ വേണ്ട. എൻ്റെ പ്രായം നോക്കിയതുകൊണ്ട് ആ പുള്ളിക്കെത്തോ പ്രായമായി, ഇനി ആ പുള്ളിയെ കേട്ട് എന്തിനെ കൊള്ളാം. ജീവിച്ച കാലത്ത് ഭയങ്കര തോന്നിവാസനാണ്. ഇനിയിപ്പം പ്രായമായി കഴിഞ്ഞപ്പോൾ ഈ പുള്ളി കർത്താവിനെ സേവിക്കാൻ വന്നതാ, ഇനി കർത്താവിന് ആ പുള്ളിയും വേണ്ട എന്നൊക്കെ പല ചിന്തിക്കുകയായിരിക്കും. പക്ഷെ എന്നോട് ദൈവം പറഞ്ഞതറിയോ, ഭൂമിയിലുള്ളവർ നിന്റെ പ്രായമാണ് നോക്കിയത്, പക്ഷെ ഞാൻ നിന്റെ ഹൃദയമാണ് നോക്കിയെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ഹൃദയത്തെ കണ്ടവൻ യേശുവ കേട്ടോ. നിന്റെ ഹൃദയത്തെ കണ്ടവൻ യേശുവ സഹോദര സഹോദരി, ലോകമല്ല. നിന്റെ ഹൃദയത്തെ യേശു കണ്ടതുകൊണ്ടാണ് നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവം വിത്ത് വിതയ്ക്കാൻ ആഗ്രഹിച്ചത്. നിന്റെ ഹൃദയത്തിന്റെ ആഴം, ആ നല്ല നിലം, അതിപരിശുദ്ധ സ്ഥലം, അവിടേക്ക് ദൈവം സ്വർഗരാജ്യത്തിന് വിത്തിടാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ്, നിന്നെ ദൈവം കണ്ടതുകൊണ്ടാണ്. പ്രൈസലോ. നമുക്ക് നമ്മുടെ കർത്താവിനെ വിട്ട് എങ്ങോട്ടും പോകാൻ പാടില്ല. ഹല്ലേലൂയ. ഇവിടെ വിതയ്ക്കുന്നവൻ വിത്തുകളെ പല വിധത്തിലുള്ള നിലങ്ങളിൽ വിതയ്ക്കുമ്പോൾ നല്ല നിലത്തിൽ ചില വിത്തുകൾ വീണു. അവ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിച്ചുവെന്ന് നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ വിഷയം 13-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടത് ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞു 100, 60, 30 മേനി. കർത്താവ് നമ്മളെ ഇങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ. നമ്മൾ വിതച്ച വിത്ത് നമ്മൾ വിതച്ചോ,
100, 60, 30 മീനായി വിളഞ്ഞു. അതോ മാമ യജമാനും പരദേശത്ത് പോകുമ്പം എല്ലാവരെയും വിളിച്ച് താലന്തുകൾ കൊടുത്തന് ഒരുത്തൻ 5, ഒരുത്തൻ 2, ഒരുത്തൻ 1, 5 കിട്ടിയവൻ 5 നേടി, 2 കിട്ടിയവൻ 2 നേടി, 1 കിട്ടിയവൻ കുഴിച്ചു മൂടി. യജമാനൻ കണക്ക് തീർക്കാൻ വന്നപ്പോൾ 5 കിട്ടിയവൻ 10 കൊണ്ടപ്പോൾ 10 കൊണ്ടുകൊടുത്ത്, 2 കിട്ടിയവൻ 4 കൊടുത്തു, 1 കിട്ടിയവൻ കൊണ്ട് അങ്ങ് കൊടുത്തു. നീ വെക്കാത്തത് വിതയ്ക്കുകയും വിതറാത്തത് എടുക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞു. അവന്റെ കയ്യും കാലും കെട്ടി ആ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയാനാണ് പറഞ്ഞത്. അപ്പം ദൈവം നമ്മെ ഈ അതിപരിശുദ്ധ സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ദൈവം ചില വിത്ത് വിതച്ചിട്ടുണ്ട്. ആ വിതച്ച വിത്ത് നീ പ്രയോജനപ്പെടുത്തിയോ? നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ വിതച്ച വിത്ത് നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയോ? കർത്താവ് താങ്കളോട് ചോദിക്കുക. എന്നെ കേൾക്കുന്ന മാതാവി, സഹോദര സഹോദരി, പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരും പറഞ്ഞ് ഈ ലോകത്തിന്റെ മാലിന്യങ്ങളകപ്പെട്ട് സാത്താൻ നിന്റെ ഹൃദയം വിട്ടുകൊടുത്ത് ലോകമോഹങ്ങൾക്ക് നീ പരവശയായി തീർന്ന് ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചങ്ങ് നിത്യത്തിൽ എത്താനുള്ള ചിന്താഗതിയിലൂടെയാണ് നീ കടന്നു പോകുന്നത്. നിനക്ക് തെറ്റി. അങ്ങനെയൊന്നും അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. പ്രൈസലോ. അങ്ങോട്ട് ചെല്ലണമെങ്കിൽ നല്ല നിലത്ത് വിതച്ച വിത്ത് അത് ഫലം കൊടുത്തതുപോലെ നിങ്ങൾ കർത്താവിന് ഫലം കൊടുക്കുന്നവർക്ക് മാത്രമേ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർ തിരക്കാം. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്റർ തിരക്കാണ്. ഞാൻ പറഞ്ഞു, എനിക്കൊരു തിരക്കുമില്ല. ഞാൻ എപ്പോഴും സമയമുള്ളവനാ. എനിക്കൊരു തിരക്കുമില്ല. എന്നെ ഏത് സമയത്തും വിളിക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിക്കത്തില്ല. എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിളിക്കത്തില്ല. ഞാൻ ഒരിക്കലെങ്കിലും നിങ്ങളോട് എനിക്ക് തിരക്കാ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എല്ലാവരോടും പറയും, ആ പാസ്റ്റർ വിളിച്ചാൽ കേട്ടല്ല, ആ പുള്ളിക്ക് എന്നും തിരക്കാം. പിന്നെ ഒരു ബന്ധം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എനിക്ക് തിരക്കില്ല. നിങ്ങൾ എന്നെ എപ്പം വിളിച്ചാലും ഞാൻ തിരക്കില്ലാത്ത മനുഷ്യൻ. എനിക്ക് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. കാരണം എനിക്കും മറ്റുള്ളവർ തിരക്കുണ്ട്. പക്ഷെ ഞാൻ തിരക്കിനിടയിലും എല്ലാം ഏറ്റെടുക്കാൻ, എല്ലാം ചെയ്യുവാൻ, എല്ലാം അറിയുവാൻ, എല്ലാവരും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. തിരക്കിനിടയിലും തിരക്ക് പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്നവരല്ല. ഞാൻ തിരക്ക് മാറ്റിവെച്ച് മറ്റുള്ള വിഷയം കേൾക്കുന്നവനാ. അവരുടെ ഹൃദയത്തിൽ എങ്ങനെയും നല്ല വിത്തൊന്ന് വിതയ്ക്കണം. ഈ പരിശുദ്ധ സ്ഥലത്തേക്ക് അവരെ ഒന്ന് കൊണ്ട് നിർത്തണം. അതുകൊണ്ടാണ് കർത്താവ് എന്നെ ഈ അതിപരിശുദ്ധ സ്ഥലത്ത് എന്നെ ഒന്ന് കൊണ്ട് നിർത്തുവാൻ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെന്ന് ആ സ്ഥലത്തേക്ക് എനിക്കൂടെ ആ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ദൈവം എന്നെ ആ പാപത്തിന്റെ ആഴത്തിൽ നിന്ന് വലിച്ചെടുത്ത് എന്നെ കൊണ്ട് നീ പരിശുദ്ധ സ്ഥലത്ത് നിർത്തി സ്വർഗരാജ്യത്തിൽ മറഞ്ഞിരുന്ന ഈ വിത്ത് എന്റെ ഹൃദയത്തിൽ വിതച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് അവിടെ ഇട്ട് നശിപ്പിച്ച് കളയാതെ, കുഴിച്ചു മൂടാതെ അതുകൊണ്ട് ഫലം കൊയ്യണം, ഫലം കായ്ക്കണം. പ്രൈസലോ. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവവചനം അങ്ങനെ തന്നെ. അപ്പം ചില തങ്ങളുടെ സമയത്തിൽ 30% കർത്താവിന് കൊടുത്ത് അവരോടുകൂടി നടന്നിരിക്കും. അവർ സ്വർഗീയ രാജ്യത്തേക്ക് വരുമ്പോൾ 30% തേജസ്സുള്ള പുതിയ ഭൂമിയിലേക്ക് വന്നു ചേരും. ചിലർ തങ്ങളുടെ ജീവിതത്തിൽ 60% കർത്താവിന് കൊടുത്ത് ജീവിച്ചിരിക്കും. അവർ 60% തേജസ്സുള്ള പുതിയ ആകാശത്തേക്ക് വന്നു ചേരും. ഹല്ലേലൂയ. അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, ഇങ്ങനെയൊക്കെയാ പറയുന്നത്. നമ്മള് സ്തോത്രം ഇവിടെ 30, 60, 100 മേനി വിളയിച്ചാൽ നമ്മൾ ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ വിതച്ചതിനനുസരിച്ച കിരീടം കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ വിതച്ചതിനനുസരിച്ച കിരീടം. ഹല്ലേലൂയ. നമ്മൾ 30 വിതച്ചെങ്കിൽ 30 കിട്ടത്തുള്ളൂ. 60 വിതച്ചാൽ 60 കിട്ടും. 100 മേനി വിതച്ചാൽ 100 കിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ലോർഡ്. എന്താണ് നമ്മൾ വായിച്ച വചനം? ഹല്ലേലൂയ. വായിച്ച വചനം എന്ന് പറയുന്നത് കൊലോസ്യ ലേഖനമാണല്ലോ. കൊലോസ്യ ലേഖനം എന്താണ്? കൊലോസ്യ ലേഖനം, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളത് അല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഹല്ലേലൂയ. എന്ന ഉയരത്തിലുള്ളത് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ കർത്താവ് വരാൻ സമയമായി. യേശു സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിൽ മധ്യാകാശത്തിൽ വരുവാൻ സമയമായതുകൊണ്ട് ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. ഇവിടത്തേക്ക് അങ്ങ് വിട്ടേക്കണം. എന്നുകൊണ്ട് ഇവിടുത്തെ കാര്യം ഈ ഭൂമി നിങ്ങൾ ജീവിക്കണം. നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കുവാനുള്ളതൊക്കെ വേണം. അതൊക്കെ ഉണ്ടെങ്കിലും അല്ലേ 30, 60, 100 മേനി 100 മേനി എപ്പോഴും സ്വർഗരാജ്യത്തെ കുറിച്ചായിരിക്കണം ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ഭൂമിയിലെ കാര്യങ്ങൾ 30 കൊടുക്കുന്നേ, അല്ലെങ്കിൽ 60 കൊടുക്കുക. സ്വർഗരാജ്യത്തെക്കുറിച്ച് 100% നിങ്ങളുടെ ഉള്ളിൽ ചിന്തയുണ്ടാകട്ടെ.
അല്ലെങ്കിൽ എവിടെ കിടന്നിരുന്നു? നമ്മൾ പുറംപറമ്പിലായിരുന്നു. പുറംപറമ്പിൽ കിടന്ന് നമ്മളെ പ്രാകാരം കടത്തി പരിശുദ്ധ സ്ഥലം കടത്തി അതിപരിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവന്നിരിക്കുക. ഹല്ലേലൂയ. അതിപരിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ നാം അതിപരിശുദ്ധ ദൈവരാജ്യത്തിൽ മറഞ്ഞിരുന്നതിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി തന്നു. അതാ ഉപമയിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഇന്ന് പകൽ ആരെങ്കിലും കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുക്കാതെ ഇന്നും താൽക്കാലികമായ ജീവിതം അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് തൃപ്തി അടഞ്ഞിരിക്കുക എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഹൃദയത്തിൽ പുതുക്കാൻ കഴിയുമോ? യേശുവേ, എനിക്ക് ഉയരത്തിലുള്ളത് ചിന്തിച്ചാൽ മതി. ഭൂമിയിലുള്ളതല്ല, അതെല്ലാം താൽക്കുരില്ല ഉരുപിടിച്ചാരമായി മാറും. ഉയരത്തിൽ നാം വരാൻ പോകുന്നത് എൻ്റെ ഹൃദയത്തെ നല്ല നിലമായി അതിപരിശുദ്ധ സ്ഥലമായി അങ്ങ് വേർതിരിച്ച് ദൈവരാജ്യത്തിൽ മറഞ്ഞിരുന്ന ആ മർമ്മങ്ങളെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി എൻ്റെ ഹൃദയത്തെ തന്നിട്ട് ഈ ഭൂമി വെച്ചിരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കൂടെ പറഞ്ഞു കൊടുത്ത് അവരെയും കൂടെ 100 മേനി വിളയിക്കുവാൻ, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കർത്താവെ അവരും കാണപ്പെടുവാൻ എന്നാൽ അവോളം പ്രവർത്തിപ്പാൻ എനിക്കും കൃപ നൽകണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നിന്റെ ജീവിതത്തിൽ ചില പ്രവൃത്തികളെ വെളിപ്പെടുത്തും. ചില ശുശ്രൂഷകളെ ദൈവം ചില ദർശനങ്ങളെ ദൈവം നിനക്ക് തരും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലും ഭാരതത്തിൽ ലോകരാജ്യങ്ങളുള്ള 800 കോടിയിൽ അധികം ജനങ്ങൾ കർത്താവ് രാഷ്ട്ര തലവന്മാർ, അധികാരികൾ, ന്യായാധിപന്മാർ, ഭരണാധിപന്മാർ, ക്രമസമാധാന പാലന രംഗത്ത് നിൽക്കുന്ന ജുഡീഷ്യറി കർത്താവ് ചലന മാധ്യമ മീഡിയ രംഗത്ത് സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, സാമൂഹ്യ നേതാക്കന്മാർ, അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ, ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർത്തകളും ജ്ഞാനും വൃത്തരും അശരണ യാചകരും ഓഫ്നച്ചും മദ്യത്തിലും മയക്കത്തിലും പാങ്ങും സ്ഥലം ലഹരിക്കും അടിപ്പെട്ടവരുടെ തീവ്രവാദ ഭീകരവർഗീയതയിൽ വീട് കിടക്കുന്ന അനവധി ആളുകൾ കർത്താവി മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ഹല്ലേലൂയ കർത്താവി അതിപരിശുദ്ധ സ്ഥലത്ത് എത്തിച്ചേരുവാൻ, അവിടെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി 30, 60, 100 മേനി ഫലം കഴിയുവാൻ ഈ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിന് വേണ്ടി നീതി വെളിപ്പെടണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.